ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി പാൽവായക്കയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാക്കി തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിസർട്ടാണിത്. ചൂടോട് കൂടിയും തണുപ്പിച്ചൊക്കെ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിനായി നല്ലോണം പഴുത്ത് തൊലിയൊക്കെ കറുത്ത പഴമാണ് ആവശ്യമുള്ളത്. അപ്പോൾ 2 പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ലിറ്റർ പാലും 150 ഗ്രാം സാബുനരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാബുനരി 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ്. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ പാലിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. തേങ്ങാപ്പാലാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ തേങ്ങാപ്പാലാണെങ്കിൽ 1-ാം പാലിൽ നമ്മൾ ഈ വേവിച്ചെടുത്ത് 2-ാം പാൽ ലാസ്റ്റ് പാരുക കേട്ടോ. അപ്പോൾ നമ്മൾ പാലൊന്ന് ചൂടായി വന്ന ടൈമിൽ നമ്മൾ കുതിർത്ത് വെച്ച സാബുനരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുവ്വരി സാബുനരി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് പാലിൽ കടന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് തന്നെ വെന്ത് ഇതുപോലെ ഇങ്ങനെ കണ്ണായി നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വെന്താലാണ് അതിൻ്റെ കാണാനുള്ള ഭംഗി കിട്ടുക. അപ്പോൾ വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനൊരു 2 തവി പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ പാലിൽ തന്നെ പഴം കൂടെ വേവിക്കണം. അപ്പോൾ നമുക്ക് ആ 2 പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നടുക പൊളിച്ച് ചെറുതായി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനായി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നടുക പൊളിക്കാതെ വട്ടത്തിനാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അധികമൊന്നുമില്ല, ഡെക്കറേറ്റിന് വേണ്ടിയാണ്ട് കുറച്ച് മാത്രം ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ പഴം ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇതിൽ കടന്നുങ്ങാണ്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ടൈമിലൊക്കെ നമ്മളിങ്ങനെ ഇളക്കിയും കൊണ്ട് നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചൊവ്വരിയൊക്കെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും ഈ പാൽവായക്ക ഒരു മലപ്പുറം സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് ഇഫ്താറിനൊക്കെ മലപ്പുറം ഭാഗത്ത് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിത് പായസത്തിൻ്റെ രൂപത്തിലല്ല നമുക്ക് കിട്ടേണ്ടത്. ഇത് നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ കോരി കഴിക്കുന്ന രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളത് ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറ് കൂടിയും ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതാവും കേട്ടോ. ഇതിന് മെയിനായിട്ട് പഴം നല്ലപോലെ പഴുത്ത പഴമാവണം. അതുപോലെ തന്നെ പഴം നല്ലപോലെ ഈ പാല് കടന്ന് തന്നെ വേവണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ ടൈമിൽ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ സ്കിപ്പ് ചെയ്താണ്. ഇതുപോലെ കുറുകി വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി ഇട്ട് കൊടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ബദാം പരിപ്പൊക്കെ വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഡെക്കറേറ്റിന് വേണ്ടി അതേപോലെ അവരവരുടെ ടേസ്റ്റിന് വേണ്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇനി നമുക്ക് നെയ്യിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് ഈ നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ ഡെക്കറേറ്റിനായി എടുത്തു വെച്ച പായിട്ട് ഒന്നട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായ നമ്മുടെ പാൽവായക്ക റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂടോട് കൂടിയും തണുപ്പിച്ചൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.